പേടിയോണി. ഒരു അഡ്വഞ്ചറസ് ബീച്ച് യാത്രയായാലോ? ഗുജറാത്തിന്റെ ഡ്യൂ ബീച്ചിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൊമെന്റ്സ് ഓൺ വീൽസ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മുടെ ജാംജിർദോദിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്യൂ ബീച്ചിലോട്ട് പോകുന്ന വഴിയിലാട്ടോ. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത വെയില. അപ്പൊ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കയറി. അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ആരംഭിക്കുന്നത്. കുറച്ചു ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡ്യൂ ബീച്ചിന്റെ ഫ്രണ്ട് ഗേറ്റിലെത്തിട്ടോ. ഡ്യൂ ബീച്ചിന്റെ ഫ്രണ്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഏരിയ സാധാരണ ഒരു ബീച്ചിന്റെ സെറ്റപ്പേ ഉള്ളൂ എന്നാണ് നമ്മുടെ അന്ന് ജാംജിർദോദിൽ കണ്ട നമ്മുടെ ആള് പറഞ്ഞത്. നിങ്ങൾ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു അടിപൊളി സ്ഥലം കിട്ടും, അവിടെയാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഫ്രണ്ട് ഗേറ്റ് ഒന്ന് കണ്ടിട്ട് വരാന്നുള്ള രീതിക്ക് ഫ്രണ്ട് ഗേറ്റിലോട്ട് വന്നതാ. ആ സമയത്ത് വളരെ കുറച്ച് വണ്ടികളും കുറച്ച് വഴിയോര കച്ചവടക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അധികം നേരം സമയം വൈകാണ്ട് നമ്മള് ബാക്ക് സൈഡിലോട്ടുള്ള വഴിയിലൂടെ പോവുകയാണ്. അപ്പൊ അവിടുത്തെ ലോക്കൽ ആളുകളോട് സംസാരിച്ച് അവിടെ എങ്ങനെയാണ് വഴി എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ വഴി പിടിച്ച് നമ്മൾ ഡ്യൂ ബീച്ചിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് എത്തിയിട്ടോ. സംഭവം കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള പാറകളാണ് അവിടെ ഉള്ളത്. ആ റോഡ് മൊത്തം, റോഡ് എന്ന് പറയാൻ പറ്റില്ല, അത് ശരി കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡാണ്. ഒരു എന്താ പറയാ, സമതല പ്രദേശം എന്ന് പറയാം. പക്ഷെ പാറകളുടെ മോനെയുള്ള നല്ല ഷാർപ്പായിട്ടുള്ള പാറകളാണ് ആ വഴിക്ക് മൊത്തം. അങ്ങനെ അവിടെ ഒരു എൻഡിൽ നിന്നുള്ള ആ ബീച്ചിന്റെ വ്യൂ കണ്ടോ കാണുന്നേ. നല്ല എന്താ പറയാ, ഭയങ്കര ആഴമുള്ള ഏരിയ ആണ്. കാണുമ്പോ തന്നെ പേടിയാവും, ശരിക്കും പേടിയാവും അവിടെ നിന്ന് കഴിഞ്ഞാ. പക്ഷെ അവിടെ നിന്ന് ആ ബീച്ച് കാണുമ്പോഴുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ ആ പയ്യൻ പറഞ്ഞത് വെറുതെ ആയില്ല, നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ. അപ്പോഴേക്കും കൂടുള്ളവൻ പതുക്കെ അവിടെ നിന്ന് നടന്ന് മുകളിലോട്ട് പോവാണ്. അടുത്ത ഇതിനേക്കാൾ കിടിലൻ സ്പോട്ട് ഉണ്ടാവും, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ അങ്ങോട്ട് പോയി. ഞാൻ ആ നേരത്ത് ഇവിടെ ഈ ബീച്ചിന്റെ ഈ സൈഡിലുള്ള വ്യൂവും ഇതൊക്കെ ഒന്ന് കണ്ട് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. അപ്പോഴേക്കും അവൻ അവിടെ പോയി എന്തോ കണ്ടുപിടിച്ചു. ആശാനെ ജങ്ക ജഗ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നായിരുന്നു. അങ്ങനെ അവന്റെ വാക്കും കേട്ട് നമ്മൾ ആ ഭയങ്കര വ്യൂ ഉള്ള ഒരു സ്ഥലത്തോട്ട് പോകാൻ പോണ്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണെങ്കിൽ ഇതിനേക്കാൾ കഠിനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു ബൈക്കുകളോ അല്ലെങ്കിൽ നടന്ന ആൾക്കാർ പോയിട്ടോ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ വഴിയാണ് അവിടെ ഉള്ളത്. കറക്റ്റ് ഒരു വര പോലുള്ള ഒരു വഴി. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാറകളുടെ എഡ്ജുകളൊന്നും കിട്ടാതെ നമുക്ക് പ്രോപ്പറായിട്ട് അങ്ങോട്ട് എത്താം. മൂപ്പരാൾ അവിടെ ഒരു വഴി കണ്ടുവച്ചേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാളം കണ്ടുപിടിച്ചേക്കണത് അവിടെ ഒരു പശു പുല്ല് തിന്നുന്നുണ്ട്. അതാണ് അടയാളം. ആ പുല്ല് തിന്നുന്ന പശുവിന്റെ ഇടത്തെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് വളരെ സിമ്പിളായിട്ട് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ തിന്നുന്ന പുല്ലിനും പുല്ല് തിന്നുന്ന പശുവിനെയും നോക്കിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് അവൻ സൂചിപ്പിച്ചു. പക്ഷെ നമ്മളെ കാര്യമാക്കിയില്ല, നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് തന്നെ പൂർവാധികം ശക്തിയോടെ പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഈ വഴി തെറ്റിയെന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇവിടെ എത്തിയില്ലേ, ഇനി കുറച്ച് ഫ്രണ്ടിലോട്ടല്ലേ ഉള്ളൂ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് കൂടുതൽ ആവേശത്തോടെ ഫ്രണ്ടിലോട്ട് പോകട്ടാ. പോകുന്തോറും മനസ്സിലാവുന്നുണ്ട് ഇത് ബീച്ചിലോട്ട് എത്തില്ല, ഇത് ഏതോ വീടിന്റെ ഉള്ളിലോട്ട് എത്തുന്ന പോലെ പോകുന്നത്. പോയി നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് പോയി പെട്ട്. ഇത് അങ്ങോട്ട് വഴിയില്ല, എന്നാലും ഇടത്തോട്ടൊരു വഴി കാണിക്കുന്നുണ്ട്. ആ വഴി അങ്ങോട്ട് നല്ല ബ്ലാങ്ക് സ്പേസും ഓപ്പൺ ഏരിയ മുകളിലോട്ട് കാണുന്ന കാരണം അത് ബീച്ചിലോട്ട് എത്തുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് വണ്ടി തള്ളി കയറ്റി ഇടിച്ചു മറിച്ചങ്ങ് കയറ്റി കഴിച്ച് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിക്ക് വന്നപ്പോ അവിടെ പോവാൻ പറ്റില്ല. അവിടെ എന്തോ ഒരു സാധനം വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുക റോഡ്. എന്തോ ഒരു കല്ലോ കട്ടയോ എന്തോ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. എന്താ പറയാ, അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല. ആ നിലയ്ക്ക് അവിടെ എന്തോ ഒരു സാധനം. എന്നിട്ട് പിന്നെ എന്തോ വണ്ടി അവിടെ നിന്ന് തിരിച്ചു. വണ്ടി അവിടെ നിന്ന് പതുക്കെ തിരിച്ച് നമ്മള് വീണ്ടും വന്ന വഴി പുല്ല് തിന്നുന്ന പശുവിനെയും തപ്പി ഇനി ഇപ്പുറത്തെ റൂട്ടിലോട്ട്. ഒരു അനാവശ്യമായിട്ട് വെറുതെ കുറച്ച് അഡ്വഞ്ചറസ് ആയി. പക്ഷെ രസം ഉണ്ടായിരുന്നു. ചില സ്ഥലത്തോട്ട് പോകുമ്പോ നമ്മുടെ ആ പോകുന്ന സ്ഥലമോ അല്ലെങ്കിൽ കാണാൻ പോകുന്ന സ്ഥലമോ അതിനേക്കാൾ അടിപൊളിയായിരിക്കും നമുക്ക് ആ പോകുന്ന വഴിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. ഇതിവിടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ആത്മനിർവൃതി ഉണ്ടല്ലോ. അതായത് നമുക്ക് ആ അത്രയും ലഗേജും അത്രയും വെയിറ്റും നമ്മള് ആ വണ്ടിയുമുണ്ട്. ആ അത്രയും വെയിറ്റ് നോക്കി നമ്മള് നല്ല വൃത്തിയായിട്ട് അതിനെ വണ്ടി ഓടിച്ച് പോകുമ്പോ കിട്ടുന്ന ഒരു സെൽഫ് എന്താ പറയാ, ഒരു സെൽഫ് അതന്നെ ആ സാധനം. ആ ഒരു സാധനം വളരെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കറക്റ്റ് ആയിട്ടുള്ള വഴി കണ്ടുപിടിച്ചു. വഴി തെറ്റിച്ചതിന്റെ പ്രതികാരമായിട്ട് അവനെ ഞാൻ കുറച്ചു ദൂരം അങ്ങ് നടത്തിച്ചു. റിവെഞ്ച് ഒന്നുമല്ല, വണ്ടി അങ്ങ് കയറ്റി നിർത്തി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പോകാലോ എന്നുള്ള ഒരു ഇന്റൻഷൻ, അത്രേ ഉള്ളൂ. ദേ നിക്കണു ആ കള്ളപ്പശു. അവനവിടെ അവിടെ തന്നെ നിന്നാ മതി. തിന്ന് അങ്ങ് പോവുക. അവനൊരു സ്ഥലത്ത് തിന്നാ അവന്റെ ആമാശയത്തിലോട്ട് പുല്ലങ്ങ് എത്തില്ലായിരിക്കും ലാഡി ഫൂൾ.
അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി ഉള്ളൂ എന്നുള്ള രീതിക്കാണ് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് ബീച്ചിന്റെ അപ്പുറ സൈഡ് കാണാം. അവിടെ എന്താവും എന്നല്ല, നമുക്ക് ജസ്റ്റ് ആ ബീച്ചിന്റെ അവിടെ മീൻസ് ബീച്ചിലെ വെള്ളത്തിന്റെ ഭാഗത്ത് നിൽക്കാലോ എന്നുള്ള രീതിക്കാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്നതോറും സ്ലോപ്പ് ആയിട്ടുള്ള റോഡാണ്. പോരാത്തതിന് നല്ല സ്കിഡി ആയിട്ടുള്ള ഭയങ്കര ഗ്രിപ്പ് തീരെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ മെറ്റൽസും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കല്ലിൽ ഈ ഉരുണ്ട കല്ലുകളില്ല, അങ്ങനത്തെ കല്ലുകളൊക്കെ ഉള്ള ഭയങ്കര ഗ്രിപ്പ് ഇല്ലാത്ത വണ്ടി പെട്ടെന്ന് സ്കിഡ് ആവുന്ന രീതിക്കുള്ള റോഡുകളാണ്. പിന്നെ അവിടെ എത്തുന്നതോറും ബീച്ചിന്റേതായ റോഡുകളുണ്ട്. വളരെ കുറച്ച് മണലുള്ള പോലത്തെ അല്ല, എന്നാലും വളരെ കുറച്ച് മണല്, അങ്ങനത്തെ സെറ്റപ്പില് വണ്ടി പെട്ടെന്ന് സ്കിഡായി പോകുന്ന സെറ്റപ്പുള്ള അങ്ങനത്തെ റോഡുകളാ. അവിടെ എത്തിയപ്പോ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെന്ത് ചൂണ്ടിടാനോ എന്തിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ വേറെ വണ്ടികളുണ്ട്. വളരെ കുറച്ച് വണ്ടികളുള്ളൂ. നമ്മള് വിചാരിച്ച ഒരു എക്സ്പീരിയൻസ് നമ്മളിവിടെ ചാവക്കാട് ബീച്ച്, സ്നേഹതീരം ബീച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര തിക്കും തിരക്ക് ബഹളാകുന്ന നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനത്തെ അല്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള സ്ഥലം. നമ്മളവിടെ പതുക്കെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി താഴേക്ക് ഇറങ്ങാം എന്നുള്ള രീതിക്ക് നമ്മൾ പതുക്കെ താഴോട്ട് പോവാണ്. ഈ കാണുന്ന ബീച്ചാണ്. അപ്പുറത്തെ അറ്റം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ശരിക്കും വ്യക്തമായിട്ട് കാണുന്ന പോലുമില്ല. നല്ല സമാധാനം ഉണ്ടായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ വളരെ ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഒച്ചയും ബഹളമൊന്നുമില്ല, ഈ അലകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ പതുക്കെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഇനി അവിടെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം. കുറച്ചു നേരം അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ തന്നെ നിന്ന് തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോരാന്നുള്ള പോലെ. അതിന്റെ പോലത്തെ സാധനം അതുപോലത്തെ സാധനം. പക്ഷെ ഇത് കൊടുക്കത്തെ ഉറപ്പാ തന്നെ ബബ്ലി കഷ്ണങ്ങൾ. ആ ബബ്ലി കഷ്ണം പോലത്തെ പാറകളൊക്കെ ഒടുക്കത്ത ഉറപ്പാ. മോന്തെങ്ങാനും കുത്തി വീണിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നെ ഓർക്കാനേ വയ്യ. അങ്ങനെ കുറച്ചു നേരം നമ്മൾ ആ ബീച്ചിന്റെ അവിടെയൊക്കെ തട്ടിത്തിരിഞ്ഞ് നിന്നു. നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അധികം ആൾക്കാരില്ലാത്തതിന്റെ ഒരു സമാധാനം ഉണ്ട്. നല്ല ഈ ഈവനിങ് ടൈം ആകുമ്പോ ഒരു പ്രത്യേക രസമല്ലേ ബീച്ചിലൊക്കെ. സൺസെറ്റ് ആയി തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് സൺസെറ്റ് വരെ കണ്ടിട്ട് നിന്നിട്ട് പതുക്കെ പോകാം എന്നുള്ള മൈൻഡിൽ നമ്മളവിടെ ഇരുന്നു. അങ്ങനെയാണ് ഈ സംഭവം ഞാൻ ശ്രദ്ധിച്ചത്. ഒരു പച്ച കളറിലെ പ്ലാസ്റ്റിക് പോലൊരു സാധനം. ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ പച്ച കളർ, ഒരു സൈഡിൽ വെള്ള, അങ്ങനെ രണ്ടു മൂന്ന് കളറായിട്ട് ഒരു സാധനം. എന്താണ് ഇത് സാധനം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യുന്നത്, പക്ഷെ പ്ലാസ്റ്റിക് അല്ല. ഇതെന്തോ വേറെ എന്തോ സംഭവമാണ്. ഇതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതെന്താ സംഭവമാണ്? അപ്പോൾ ഇത് ഞാനും ഒന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യുന്നത്, പക്ഷെ പ്ലാസ്റ്റിക് അല്ല. അങ്ങനെ ബീച്ച് സൺസെറ്റിന്റെ മൂഡിലായി. കുറച്ചുകൂടി നേരം കഴിഞ്ഞ് സൺസെറ്റ് ആകുമായിരിക്കും. സണ്ണ് പോകുന്ന വരെ നിൽക്കാനുള്ള നേരം നമുക്കുണ്ടോന്ന് വെച്ചാൽ ഉണ്ടാവുമായിരിക്കും. നമുക്ക് ഇങ്ങനെ കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കാലോ. നല്ല രസമല്ലേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ സൂര്യന്റെയും ആ കടലിന്റെ ഒക്കെ ഭംഗിയാണ്ട് കുറച്ചു നേരം അവിടെ നിന്നു. പിന്നെ സൺസെറ്റ് ആവാനുള്ള ഇതില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മെയിൻ റോഡ് പിടിക്കണല്ലോ. ഈ വഴിക്ക് വെളിച്ചമില്ലാത്ത കാരണം റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഈ വട്ടം നമ്മൾ വന്ന വഴിയല്ല, വേറെ ആ ബൈക്കുകാർ പോയൊരു വഴി ഉണ്ടായിരുന്നു, ആ വഴിയിലൂടെ പോയത്. നോക്കിയപ്പോ അത് ഇതിനേക്കാൾ വളരെ എളുപ്പമുള്ള വഴിയായിരുന്നു. 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിക്കുമ്പോഴേക്കും നല്ല അടിപൊളി റോഡെത്തി, കോൺക്രീറ്റ് റോഡെത്തി. ഇപ്പം നമ്മൾ അങ്ങോട്ട് വരുമ്പോ തിരിഞ്ഞ ഒരു ലെഫ്റ്റ് ഇങ്ങോട്ട് തിരിക്കായിരുന്നെങ്കിൽ നമ്മള് കിട്ടിയാനെ നമുക്ക് അടിപൊളിയായിട്ട് വരായിരുന്നു. വെറുതെ ആ കല്ലും മുട്ടിന് ഇടയിൽ കൂടെ നമുക്ക് വരേണ്ടി വന്നില്ല. പക്ഷെ അങ്ങനെ പോയ കാരണം നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റി. നമ്മൾ നേരിട്ട് ഇങ്ങോട്ടാ വരുന്ന വെച്ചാൽ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ടെന്നാണല്ലോ ദാസൻ പറഞ്ഞിരിക്കുന്നേ. ദാസനോ വിജയനോ ആരോ എന്തോ പറഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ മെയിൻ റോഡ് പിടിക്കണം, അടുത്ത നമ്മൾ ലൊക്കേഷനിലോട്ട് വണ്ടി ഓടിക്കണം. അതാണ് ഇനിയുള്ള അജണ്ട. സാഹചര്യം നല്ലതാണെങ്കിൽ നമുക്ക് ഡ്യൂ ബീച്ചിന്റെ അവിടെ എവിടെയെങ്കിലും ടെന്റ് അടിക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ ഈ നേരമല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പിടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മള് ഡ്യൂ ബീച്ചിൽ നിന്ന് സോംനാഥ് ടെമ്പിളിന്റെ ഏരിയക്കാണ് പോകുന്നത്. നാളെ സോംനാഥ് ടെമ്പിളും അതുപോലെ രാവിലെ അപ്പൊ സോംനാഥ് ടെമ്പിൾ കണ്ട് അത് ശേഷം പോർബന്തറിൽ പോവാന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഡ്യൂ ബീച്ചിൽ നിന്ന് സോംനാഥ് ടെമ്പിളിന്റെ അവിടേക്ക് ഉദ്ദേശം 90 കിലോമീറ്ററോളം ഡ്രൈവ് ഉണ്ട്. അതൊരു 90 കിലോമീറ്റർ കാരണം അവിടെ മാക്സിമം 2 മണിക്കൂർ റൈഡ് ആവശ്യം വരുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ റോഡുകൾ പോലെയല്ല, നല്ല അടിപൊളി റോഡുകളാണ്, നല്ല വീതിയുള്ള റോഡുകളാണ്. പോരാത്തതിന് അവിടെ 60 നല്ല സ്പീഡ് ലിമിറ്റ്. പോലീസ് പിടിക്കില്ല എന്നുണ്ടെങ്കിൽ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാം. പക്ഷെ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി 80-90 ആ റേഞ്ചിലാണ് സ്പീഡിൽ പോയിരുന്നത്. പോകുന്ന വഴിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഹെൽമെറ്റ് വെക്കില്ല. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ വേറെ ഒരു ചേട്ടനുണ്ട്. മൂപ്പരാള് നമുക്കൊരു ടാറ്റിൽ നിന്ന് ആളുടെ അവഞ്ചർമേ പൂശി പൊളിച്ച ആളൊരു പോക്ക് പോയി. ഹെൽമെറ്റ് ഒന്നും ഇല്ല, പക്ഷെ ആളൊരു 100-110 കിലോമീറ്റർ സ്പീഡില്
പറന്നിട്ടാ പോകുന്നത്. ദൂരം പോകുന്തോറും വെളിച്ചം കുറഞ്ഞു തുടങ്ങി. സണ്ണൊക്കെ അസ്തമിച്ച് വേറെ എവിടെയോ എത്തി, അമേരിക്കയിൽ എത്തി തോന്നുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നേരെ രാത്രിയായി. രാത്രിയായാൽ പിന്നെ എന്താ, വിശക്കൂലോ, ഫുഡ് കഴിക്കണ്ടേ. അടുത്ത ഫുഡ് കിട്ടുന്ന സ്പോട്ട് തപ്പി പോവാണ്. ഇവിടെ നോർമലി നോൺ വെജ് ഭയങ്കര ശോകം. ഇവിടെ നോൺ വെജ് കിട്ടില്ല, ഭയങ്കര ശോകം. കൂടുതലും ഒരു 90% വെജ് ഹോട്ടലാ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു അടിപൊളി ഹോട്ടൽ തപ്പി നിർത്തി. അവിടുന്ന് നല്ല ബട്ടർ നാനും നല്ല അടിപൊളി പനീർ ടിക്ക മസാല പറഞ്ഞു. ഇതാണ് ഹോട്ടൽ സായ്ക്കലാണ് നമ്മൾ കയറിയത്, സായ്ക്ക. അവിടെ എന്താ പറയാ, പ്യുവർ വെജ് ഹോട്ടലാ. അവിടെ വേറെ ഒന്നും കിട്ടൂല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സോമനാഥിലോട്ട് വെച്ച് പിടിക്കാണ്. ആ ഫുഡ് കുത്തി കയറ്റിയാൽ പിന്നെ അറിയാലോ, ഉറക്കം വരും, നല്ല ഉറക്കം വരും. അങ്ങനെ എത്രയും പെട്ടെന്ന് സോമനാഥ് എത്തി ഉറങ്ങണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് പോകുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മള് സോമനാഥിന്റെ കവാടത്ത് എത്തിട്ടോ. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ടെമ്പിൾ ഏരിയ ആയി. ഇപ്പൊ നമുക്കിനി എവിടെയെങ്കിലും നല്ലൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി ടെന്റ് അടിക്കണം. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിനു ശേഷം നമ്മള് നല്ലൊരു സ്പോട്ട് കിട്ടി. അങ്ങനെ അവിടെ തന്നെ ഈ റൂമിനൊക്കെ നിൽക്കുന്ന പയ്യന്മാര് പറഞ്ഞു, സോമനാഥ് ടെമ്പിളിന്റെ പാർക്കിംഗ് ഏരിയ അടിപൊളിയാണ്, നിങ്ങൾ അവിടെ പോയി ടെന്റ് അടിച്ചോ, നിങ്ങളോട് ആരും അവിടെ ചോദിക്കാൻ പറ്റില്ലാന്ന്. സംഭവം 100% ശരിയായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് തിരിഞ്ഞിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി നമ്മൾ ടെന്റ് അടിക്കാണ്. ടെന്റ് അടിക്കാനുള്ള പണിയുണ്ടോ, ഇങ്ങനെ രണ്ടുപേര് ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാകില്ല, പക്ഷെ രണ്ടുപേരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അങ്ങനെ ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കിയാട്ടെ, പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച്, നമ്മൾ ന്യൂബ്സ് അല്ലേ, അപ്പൊ നമ്മൾ കുറച്ച് നേരം എടുത്തിട്ട് പതുക്കെ ചെയ്യൂ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോർ വേറെ സൈഡിലായിരിക്കും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എടുത്ത് കറക്കി ഇങ്ങനാക്കും. ഒരു വിധത്തിൽ നമ്മൾ ടെന്റ് സെറ്റ് ചെയ്ത് നമ്മൾ കിടക്കാനുള്ള സെറ്റപ്പായി. ടെന്റും ബാഗും മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ, നമ്മള് ലഗേജ് ഒന്നും അഴിക്കാറില്ല. ഈ വട്ടം നോക്കുമ്പോ ഇവിടെ ദീപാവലിയുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ചെറിയ പിള്ളേരൊക്കെ അവിടെ നിന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്, വാണം വിടുന്നുണ്ട്. വാണം മീൻസ് മുകളിലോട്ട് പോകുന്ന വാണം ഉണ്ടല്ലോ, ആ വാണം വിടുന്നുണ്ട്. ഇവതെങ്ങാനും വന്ന് ഇത് ടെന്റിട്ട് പൊളിക്ക് വീഴുന്നുള്ള ടെൻഷനിലാണ് ഉറങ്ങുന്നത്. പക്ഷെ ആ ടെൻഷനേക്കാൾ കഷ്ടമാണല്ലോ നമ്മുടെ ഉറക്കം. അതിനേക്കാൾ ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഉറങ്ങാതിരുന്ന. അപ്പൊ അധികം ടെൻഷൻ അടിക്കാൻ നോക്കിക്കാണ്ട് പതുക്കെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. ഇനി ഇവര് വിടുന്ന വാണം താലയിലൊന്ന് വന്ന് വീഴല്ലേ എന്ന് ആലോചിച്ച് കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ. എന്നിനിപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാ.